ഹലോ ഗെയ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുക്കുംബർ തോട്ടത്തിലാണ്. ഇതും കർണാടകയിലുള്ളൊരു തോട്ടമാണെങ്കിലും ഇത് കൃഷി ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടുകാരാണ്. നമ്മൾ കർണാടകത്തിൽ വന്ന് ചെയ്യുന്ന പോലെ തന്നെ അവരിവിടെ വന്ന് സ്ഥലം സ്വന്തമായി മേടിച്ച് ചെയ്യുന്നതാണ്. വർഷങ്ങളായിട്ട് അവരിവിടെ വന്ന് കൂടിയവരാണ്. തമിഴ്നാട്ടുകാരുടെ തോട്ടത്തിലാണ് ഇപ്പോൾ വന്ന് ഞാനുള്ളത്. കുക്കുംബർ നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് തോട്ടം സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല കാടുന്ന അല്ലെങ്കിലും ഈ തമിഴ്നാട്ടുകാർ നമ്മളൊക്കെ ചെയ്യുന്നതിനേക്കാളും വൃത്തിയായിട്ട് തോട്ടം സൂക്ഷിക്കും ഇവർ. നമ്മൾ അത്യാവശ്യം തോട്ടം സൂക്ഷിക്കും, ഇല്ലെന്നല്ല, എങ്കിലും കർണാടകക്കാർ ചെയ്യുന്നതിനേക്കാളും വൃത്തിയായിരിക്കും തമിഴ്നാട്ടുകാരുടെയും കേരളക്കാരുടെയൊക്കെ തോട്ടം. ഒരു പുല്ല് പോലും ഇല്ലാണ്ട് അവർ നല്ല വൃത്തിയായി തോട്ടം സംരക്ഷിക്കും. കാണാനും നല്ല ഭംഗിയുണ്ട്, ഉള്ളൊക്കെ വൃത്തിയുണ്ട്. അപ്പോൾ ഇത് കായ് ഇന്ന് പറിച്ചൊരു തോട്ടമാണ്, അതുകൊണ്ടാണ് കായ് കുറവ്. പക്ഷെ എന്നാലും കായ് മൊത്തത്തിൽ കുറവാണെന്നാണ് ഇവർ പറഞ്ഞത്. ഇതൊരു ഒരേക്കറിലൊരു തോട്ടമാണ്. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം പറിക്കും. പച്ചക്കറി എല്ലാം അധികം അതേപോലെയാണ്, 2 ദിവസം കൂടുമ്പോഴാണ് പറിക്കൽ. അതുപോലെ തന്നെ ഇതും ആഴ്ചയിൽ 2 വിളവെടുപ്പാണ് നടത്തുന്നത്. ഇത് നട്ട് 30 ദിവസം കൊണ്ട് ആദ്യം സ്റ്റാർട്ടിങ് പറിച്ച് തുടങ്ങാമെന്നാണ് ഇവർ പറഞ്ഞത്. 2 മാസം കൊണ്ട് തോട്ടം കാലിയാവും. ഇത് വിത്തിന് എന്തോ ഒരു ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്, നല്ല വിത്തല്ലായിരുന്നു, അതുകൊണ്ടാണ് കായ് കുറവ്. അല്ലെങ്കിൽ ഒരു പറിക്കലിന് ഒരേക്കറിൽ നിന്ന് 1 ടണ്ണിൻ്റെ അടുത്ത് കായ് പറിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉണ്ട്, ഇതും ഡ്രിപ്പ് ഇറിഗേഷനാണ്. പക്ഷേ ഇവർ വെഞ്ചിരി വഴിയല്ല ഇതിന് വളമൊക്കെ കൊടുക്കുന്നത്, ചുവട്ടിലിട്ട് നനച്ച് കൊടുക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇതിനും നമ്മൾ പയർ കയറ്റി വിടുന്ന പോലെ തന്നെയാണ്, സാധാ നൂലിലാണ്, നമ്മളെ തുണി തുന്നാൻ ഉപയോഗിക്കുന്ന നൂലിലാണ് ഇത് ചുറ്റി കയറ്റി വിടുന്നത്. അത് മതി, മുകളിലോട്ട് കയറി പോകുമ്പോൾ നമുക്ക് പയറും അതുപോലെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്, അതുപോലെ മതി. മുകളിൽ മാത്രം ഇത് കണ്ടോ കമ്പിയാണ് കൊടുത്തിരിക്കുന്നത്, അത് വെയിറ്റ് വരുന്നതല്ലേ, അപ്പോൾ അതിന് കമ്പി കൊടുക്കണം. ബാക്കി താഴെയെല്ലാം ചെറിയ പ്ലാസ്റ്റിക് നൂലും കയറിപ്പോകാൻ വേണ്ടി നൂലുമാണ് കൊടുക്കുന്നത്. അത് ചിലവ് കുറവിൻ്റെ അല്ല, നമുക്ക് പണി എളുപ്പമാണ് തന്നെയല്ല, അതിൻ്റെ ആവശ്യമുള്ളൂ. അടുപ്പിച്ചടുപ്പിച്ച് നൂല് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ചുറ്റി ആദ്യം ചുറ്റിയെടുത്ത് കയറ്റി വിടണം, അതും ശ്രദ്ധിക്കണം. താഴോട്ട് പോയി കഴിഞ്ഞാൽ കായ ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ഇതും ചുറ്റി നമ്മൾ ഇസ്രായേലിൻ്റെ ഒരു ഹൈടെക് കൃഷിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, വീഡിയോ നോക്കി അറിയാം. നമ്മൾ ചുറ്റി ഇങ്ങനെ കയറ്റി വിടുന്നത്. അപ്പോൾ അതേ മെത്തേഡ് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പോളിയോസ് അല്ലാന്ന് മാത്രമേ ഉള്ളൂ. ഇലയ്ക്ക് ചെറിയൊരു കേടുണ്ട്, എന്നാലും അത് കുഴപ്പമില്ല. പക്ഷേ കായ് കുറവാണ് എന്നിവർ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഓണർ, തമിഴ്നാട്ടുകാരാണ്. നല്ല വൃത്തിയുള്ളൊരു തോട്ടം. കുക്കുംബർ കൃഷി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനിതിൻ്റെ 2 കായ് പറിക്കുകയാണ്. നല്ല മുഴുത്ത കായാണ്. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു.